ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്, ഒരുപാട് ആരെയും ഉപദേശിക്കാനൊന്നും നമുക്ക് പോയിട്ട് കാര്യമില്ല. മറിച്ച് ദൈവത്തിന് ഇടപെടാനായിട്ട് ഒരു സ്പേസ് കൊടുക്കുക, അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളത്. മനുഷ്യരുടെ ജീവിതത്തിൽ ഒരു വൈദികൻ എന്ന രീതിയിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്താൻ നമുക്ക് സാധിച്ചെന്ന് വരികയില്ല. നമ്മളൊക്കെ മാനസികമായിട്ട് ഒരുപാട് കുറവുകളുള്ള ജീവിതങ്ങളാണ്. എന്നാൽ തമ്പുരാൻ്റെ അൾത്താരയുടെ മുൻപിൽ കൈ വിരിച്ചു പിടിച്ച് പ്രാർത്ഥിച്ചാൽ, തമ്പുരാൻ്റെ അൾത്താരയിൽ ബലി അർപ്പിച്ചാൽ, അതിൽ വയ്ക്കുന്ന നിയോഗങ്ങൾ അതൊരിക്കലും തിരസ്കരിക്കപ്പെടുകയില്ല, നിഷേധിക്കപ്പെടുകയില്ല എന്നുള്ള വിശ്വാസമാണ് എൻ്റെ ജീവിതത്തിൽ എനിക്ക് കൂടുതൽ എന്നെ ഈ പൗരോഹിത്യ ജീവിതത്തിൽ ശക്തിയോടുകൂടെ, ആത്മാർത്ഥതയോട്, വിശ്വാസത്തോടുകൂടെ വിശുദ്ധ ബലി അർപ്പിക്കാനും ദൈവജനത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനും എന്നെ എപ്പോഴും പ്രചോദിപ്പിക്കാറുള്ളത്. അതുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഈ ഒരു അനുഭവം, ഇതുപോലെ പല അനുഭവങ്ങൾ അനുഭവങ്ങളിലൂടെ ദൈവം എന്നെ കടത്തിക്കൊണ്ട് പോയിട്ടുണ്ട്. എനിക്ക് ഒരുപാട് ദൈവാനുഭവങ്ങളുടെ നിമിഷങ്ങൾ ദൈവം സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തമ്പുരാൻ്റെ മുൻപിൽ ഈ വലിയ ദാനത്തെക്കുറിച്ച്, പൗരോഹിത്യം എന്ന വിശുദ്ധമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ നെയ്തെടുക്കാനും അതിൽ 100% വിജയിക്കാൻ സാധിച്ചില്ല എങ്കിൽ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിക്കൊണ്ട് ദൈവത്തിൻ്റെ കൽപ്പനകൾക്ക്, ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾക്ക് ജീവിതത്തെ സമർപ്പിച്ചുകൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരാഗ്രഹവുമായിട്ടാണ് ഞാനൊരു യാത്ര മുൻപോട്ട് പോകുന്നത്. ആ യാത്രയിൽ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. ഞാനിപ്പോൾ ഇരിങ്ങാലക്കുട രൂപതയുടെ വിശ്വാസ പരിശീലന കേന്ദ്രമായ വിദ്യാജ്യോതി മതബോധന കേന്ദ്രത്തിൻ്റെ ഡയറക്ടറേഷനായിട്ടാണ് ഞാനിപ്പോൾ എൻ്റെ ശുശ്രൂഷ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് മക്കൾക്ക് വിശ്വാസ പരിശീലനം നടത്തുന്ന ഞങ്ങളേറെ പ്രിയപ്പെട്ട അധ്യാപകർക്ക് ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശങ്ങളും അവർക്ക് ആവശ്യമായിട്ടുള്ള പരിശീലനവും നൽകാനായിട്ടുള്ള ഉത്തരവാദിത്വമാണ് അഭിമന്യ പിതാവ് എന്നെ ഏൽപ്പിച്ച് നൽകിയിരിക്കുന്നത്. ആ ശുശ്രൂഷയിൽ ഏറ്റവും മനോഹരമായിട്ട് ദൈവാനുഗ്രഹത്തോട് കൂടിയിട്ട് ദൈവാനുഭവം പങ്കുവയ്ക്കുന്ന രീതിയിൽ എൻ്റെ ശുശ്രൂഷ മുൻപോട്ട് കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹമേ എനിക്കുള്ളൂ. അതിന് നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം എന്നുള്ള ചെറിയൊരു അപേക്ഷയോടുകൂടെ ഞാനൊരു വാക്കുകൾ നിർത്തുകയാണ്. നമുക്ക് പ്രാർത്ഥനയിൽ ഒരുമിച്ച് ചേരാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.